നടനും എംഎൽഎയുമായ മുകേഷിനെ ചലച്ചിത്ര കോൺക്ലേവിന്റെ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാക്കി സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ തുടരും. മുകേഷിനെതിരെ ബലാത്സംഗ കേസ് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, വലിയ രീതിയിലുള്ള ആവശ്യങ്ങൾ ഉയർന്നിരുന്നു, വലിയ വിവാദങ്ങൾക്കൊക്കെ വഴിവെച്ചിരുന്നു മുകേഷ് ഇങ്ങനെ തൽസ്ഥാനത്ത് തുടരുന്നത്. എന്തായാലും ചലച്ചിത്ര കോൺക്ലേവിന്റെ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒടുവിൽ ഒഴിവാക്കി എന്നുള്ളതാണല്ലോ തീരുമാനം വന്ന സാഹചര്യം എന്നാണോ? അപ്പോൾ തന്നെ സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ തുടരും, മറ്റംഗങ്ങളുടെ കാര്യത്തിൽ മാറ്റമില്ലെന്നും മനസ്സിലാകുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, സിനിമാ കോൺക്ലേവ് നവംബർ മാസമാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള ധാരണയാണ് സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഒരു സിനിമാ നയ കരട് രൂപീകരണ സമിതി രൂപീകരിച്ചത്. ഈ സമിതിയിൽ നിന്നാണ് ഇപ്പോൾ എം മുകേഷ് എംഎൽഎ ഒഴിവാക്കിയിട്ടുള്ളത്. കൊച്ചിയിലെ നടിമാരുടെ പരാതിയിലാണ് മുകേഷിനെതിരെ കേസെടുത്തിരുന്നത്. കേസിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം ഒരു ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ CPM നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് മുകേഷിനെ ഒഴിവാക്കിയത് എന്നുള്ള സൂചനകൾ കൂടിയാണ് ഇത്തരത്തിൽ പുറത്തു വരുന്നത്. സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ ബാക്കി 9 പേരും ഈ സമിതിയിൽ തുടരും എന്നുള്ളൊരു അറിയിപ്പാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഒപ്പം തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകളുമായി ശനിയാഴ്ച ഒരു യോഗം നിശ്ചയിച്ചിട്ടുണ്ട്. ഈ യോഗത്തിലടക്കം മുകേഷ് പങ്കെടുക്കില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ മുകേഷിന് പുറമെ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി, നടിമാരായ മഞ്ജു വാര്യർ, പത്മപ്രിയ, നിഖില വിമൽ, സംവിധായകരായ ബി ഉണ്ണികൃഷ്ണൻ, രാജീവ് രവി, നിർമ്മാതാവ് സന്തോഷ് കുരുവിള, ഒപ്പം തന്നെ ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയ് എന്നിവരും സമിതിയിലുണ്ട്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ഈ ഒരു സമിതി രൂപീകരിച്ചത്. തുടർന്ന് മഞ്ജു വാര്യരും രാജീവ് രവിയും അടക്കമുള്ള അവർ മറ്റു തിരക്കുകൾ കാരണം സമിതിയിൽ നിന്ന് ആദ്യം തന്നെ പിന്മാറിയിരുന്നു. ഡൽഹിയിലായതിനാൽ പത്മപ്രിയയും ശനിയാഴ്ച കൊച്ചിയിലെ യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ അസൗകര്യം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും സമഗ്രമായൊരു സിനിമാ നയം രൂപീകരിക്കുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ഈ സിനിമാ മേഖലയിലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമുള്ള പ്രമുഖരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു സമിതി രൂപീകരിച്ചത്. ഈ കോൺക്ലേവ് നവംബറിൽ കൊച്ചിയിൽ സംഘടിപ്പിക്കാനാണ് സർക്കാർ തീരുമാനിക്കുന്നത്. ഈ കോൺക്ലേവിന് മുൻപ് തന്നെ ഒരു സിനിമാ നയം രൂപീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പൂർത്തിയാക്കി കോൺക്ലേവോട് തന്നെ അത് പുറത്തിറക്കുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്തിമ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് സർക്കാർ ആലോചിക്കുന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള പരാതികളും ലൈംഗിക ആരോപണങ്ങളും ഒക്കെ തന്നെ ഉയർന്ന പശ്ചാത്തലത്തിൽ എം മുകേഷ് എംഎൽഎ ഒഴിവാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ മറ്റ് ഉള്ളവർ തുടരുകയും ശനിയാഴ്ച കൊച്ചിയിലെ യോഗത്തിന് ശേഷം തുടർ ദിവസങ്ങളിൽ അടിയന്തരമായി തന്നെ മറ്റ് നടപടികൾ പൂർത്തിയാക്കി നവംബറിൽ തന്നെ കോൺക്ലേവ് നടത്താനുള്ള ചർച്ചകളാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ നടക്കുകയും ചെയ്യുന്നത്. ലക്ഷ്മി, ശാലിനി, ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പാർട്ടി സംരക്ഷിക്കുന്നത് മുകേഷിനെ എംഎൽഎ സ്ഥാനം രാജിവെക്കേണ്ട എന്നൊരു വിഷയത്തിൽ മാത്രമാണ്. പക്ഷേ ഇത്തരത്തിൽ ഈ സിനിമ നയരൂപീകരണ സമിതിയിൽ നിന്ന് തീർച്ചയായിട്ടും ആരോപണ വിധേയനായ കേസിൽ ഉൾപ്പെട്ട ആൾ ഇത്തരത്തിൽ തുടരുത് എന്നുള്ളത് തന്നെയാണ് CPMന്റെ തീരുമാനം മനസ്സിലാകുന്നത്. മാത്രമല്ല ബി ഉണ്ണികൃഷ്ണനെ മാറ്റണം എന്നൊരാവശ്യം ഉയർന്നിരുന്നല്ലോ. അതെന്തായാലും ആ ഒരു ആവശ്യം തള്ളിക്കളഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് അല്ലേ? ലക്ഷ്മി, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ നിരവധി ആരോപണങ്ങൾ മുകേഷ് എംഎൽഎക്കെതിരെ ഉയർന്നൊരു സാഹചര്യമുണ്ട്. എംഎൽഎ സ്ഥാനം അടക്കം രാജിവെക്കണം എന്നുള്ള ആരോപണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യം യുവജന സംഘടനകളും പ്രതിപക്ഷവും ഒക്കെ തന്നെ ഉയർത്തിക്കാട്ടിയൊരു സാഹചര്യമുണ്ട്. മറ്റൊരു ഭാഗത്ത് തന്നെ സിനിമയിലെ സീനിയർ ആയിട്ടുള്ള നടന്മാരും നടിമാരും ഉൾപ്പെടെയുള്ളവർ ഈ ഒരു കോൺക്ലേവ് നടത്തുന്നതിൽ ഇത്തരത്തിൽ ആരോപണ വിധേയരായവർ അതിൽ പങ്കെടുക്കുന്നതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. സഹകരിക്കില്ല എന്ന്, കോൺക്ലേവിനോടൊപ്പം സഹകരിക്കില്ല എന്ന് പ്രതിപക്ഷം അടക്കം വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ട്. മുകേഷ് അടക്കമുള്ളവർ ഈ ഒരു സമിതിയിൽ തുടരുന്നതിനെയും അതിരൂക്ഷമായ ഭാഷയിലാണ് പ്രതിപക്ഷവും BJPയും അടക്കം വിമർശിക്കുകയും മാറ്റി നിർത്തണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് MLA സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ടൊരു സംരക്ഷണ കവചം സർക്കാർ ഒരുക്കുകയും മറുഭാഗത്ത് ഈ കോൺക്ലേവ് അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്കും വിമർശനങ്ങളിലേക്കും കാര്യങ്ങൾ പോകുമെന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് ആ സ്ഥാനത്ത് നിന്നും, അല്ലെങ്കിൽ ആ സമിതിയിൽ നിന്നും മുകേഷിനെ ഒഴിവാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തിയാണോ കോൺക്ലേവ് എന്ന് WCC അടക്കം ഒരു പരിഹാസം ഉന്നയിച്ചൊരു സാഹചര്യം കൂടിയുണ്ട്. ഇതടക്കം മുന്നിൽ കണ്ടുകൊണ്ടും കോൺക്ലേവിനെ ഇത് കാര്യമായി ബാധിക്കുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ടുമാണ് CPMന്റെ അടക്കം നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലൊരു തീരുമാനം ഇപ്പോൾ ഔദ്യോഗികമായി വരുന്നത്. എന്തായാലും സമിതിയിൽ നിന്ന് ഔദ്യോഗികമായി മുകേഷിനെ മാറ്റി നിർത്തുകയാണ്. അതേസമയം തന്നെ MLA സ്ഥാനത്ത് തുടരുകയും ആ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഇതിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത്. എന്തായാലും പ്രതിപക്ഷം ഉന്നയിച്ച ആവശ്യം, ഒപ്പം തന്നെ വിവിധ യുവജന സംഘടനകളും WCC അടക്കം ഉന്നയിച്ച ആവശ്യം ഒടുവിൽ പാർട്ടി അംഗീകരിച്ചിരിക്കുന്നു. സിനിമാ നയരൂപീകരണ കോൺക്ലേവിന്റെ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കിയിരിക്കുകയാണ്. ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.